നമസ്കാരം, എസ് ഗാർഡനിലേക്ക് സ്വാഗതം. കുറേ നാളായി ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനൊരു കണ്ടൻറ്റ് കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ വിയറ്റ്നാമേളി ചക്ക ഞാൻ മുമ്പ് ചെയ്തതാണ്, പക്ഷേ ഇപ്പോൾ 2ാം വർഷമാണ്. വളരെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് ഇപ്പോൾ നിറയെ ചക്കയാണ്, നോക്കി കഴിഞ്ഞാൽ കാണാം. അധികം ഹൈറ്റൊന്നും ഇല്ല, നമുക്കൊരു 6 അടി 7 അടി ഹൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഫുള്ളായിട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ പേര് വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞങ്ങൾ വെച്ചിട്ട് കുറേ നാളായി ചക്ക വെച്ചിട്ട് ഇതുവരെ പ്ലാവുമ്പോൾ ചക്ക ഉണ്ടായിട്ടില്ല, കുറേ ഹൈറ്റിൽ പോയി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അതേപോലെ അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് വെക്കുമ്പോൾ തന്നെ നമ്മളൊരു തെങ്ങ് വെക്കുന്ന പോലെ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ നമ്മൾ മണ്ണും ഒന്നല്ലെങ്കിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ മണൽ അല്ലെങ്കിൽ അതിന് അനുപാതികമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ കുഴി നിറച്ചിട്ട് വേണം ഇത് നമ്മൾ വെക്കാനായിട്ട്. പിന്നെ കുറച്ച് വേപ്പിമണ്ണാക്കും എല്ലുപൊടിയും കൂടി മിക്സ് കഴിഞ്ഞാൽ വളരെ നന്നായി. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും നന്നായിട്ട് വേര് ഓടാനും ഇതുപോലെ നല്ല പുഷ്ടിയിൽ വരാനൊക്കെയുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പറയാറുണ്ട് ഭയങ്കര ഹൈറ്റായി വലിയ മരമായി, പക്ഷേ ഇതുവരെ ഒന്നും ഉണ്ടാവില്ലെന്ന്. ഞാനിപ്പോൾ ഇത് കണ്ടത് ഞാൻ ഫസ്റ്റ് ഒരു 6-7 മാസം തൊട്ട് ഞാൻ പ്രൂൺ ചെയ്യാൻ തുടങ്ങിയതാണ്. കണ്ടോ, ഇതിൻ്റെ എല്ലാ ഭാഗത്തും കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകുന്ന ശാഖകളെല്ലാം മുറിച്ച് ഇതുപോലെ ഒരു ബുഷ് പോലെ ആക്കി എടുത്തിട്ട് അപ്പോഴാണ് നമുക്കെന്ന് വെച്ചാൽ ഈ മരത്തിന് കണ്ട വണ്ണം വെക്കണം. ഇത്രയും വണ്ണം വെച്ചാലാണ് ഈ ചക്ക താങ്ങാനുള്ള ശേഷി നമുക്ക് ഈ പ്ലാവിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും പ്രൂൺ ചെയ്യണം. നമുക്ക് പഴയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു പ്ലാവ് തൈ വലുതാവുമ്പോൾ ആരും സമ്മതിക്കില്ല. വെട്ടണ്ടെന്ന് പറയാം. എൻ്റെ അമ്മയാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പക്ഷെ നമ്മൾ ശരിക്കും ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ബഡ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളവും വളമൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് അത് ഇതുപോലെ ഉണ്ടാവുള്ളൂ. നമ്മൾ വെറുതെ വെട്ടിയാൽ നമുക്ക് കാര്യമില്ല. അതിന് വെട്ടുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വളം കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് കണ്ട, അതിപ്പോൾ നമ്മൾ ഈ തെങ്ങിന് തടമെടുത്തിട്ടുള്ള പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ തടമെടുത്തിട്ട് അത് നന്നായിട്ട് വളം ചെയ്യാറുണ്ട്. അതായത് എല്ലുപൊടിയും വേപ്പിണ്ണാക്കും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ വളം ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇതുപോലെ നന്നായിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ സാധാരണ ഒരു പണ്ട് കാലത്ത് വെക്കുന്ന പോലെ ഒരു പ്ലാവ് വെച്ചിട്ട് പിന്നെ അത് തിരിഞ്ഞ് നോക്കാണ്ടെന്നാലും ഇതുപോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കുറഞ്ഞ സ്ഥലത്ത്, എനിക്ക് ആകെ 4 സെൻറ്റ് സ്ഥലമുള്ളൂ, അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. പരിമിതമായ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതെന്ന് വെച്ചാൽ ഇത് വലിയ മരമുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഇത് അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാവും എല്ലാവരും. അപ്പോൾ ഇതുപോലെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഈ ചക്ക എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമേളി സൂപ്പർ ഏലിയാണ്. ഇത് വളരെ ടേസ്റ്റുള്ള ചക്കയാണ് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഒരു 3 ചക്കയൊക്കെയാണ് കിട്ടിയത്. പക്ഷേ ഈ പ്രാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, പറയേണ്ട കാര്യമില്ല. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി വെക്കുക. പിന്നെ നല്ല നേഴ്സറിയിൽ നിന്ന് നോക്കി വാങ്ങിക്കുക, അതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.